അപ്പോൾ ഗൈസ് രാവിലെ തന്നെ നമ്മുടെ സ്റ്റാൾ ഓണാണ്. എല്ലാവർക്കും സ്വാഗതം. രാവിലെ പോയി നമ്മുടെ കുടയും സ്റ്റൂളും ഒക്കെ സ്റ്റാളിലേക്ക് എത്തിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കുള്ളത് 3 ഫ്ലേവറാണ്, പൈനാപ്പിളും പാഷൻ ഫ്രൂട്ടും അതേപോലെ ഗ്രേപ്പും. ഈ 3 ഫ്ലേവറാണ് ഇന്ന് നമ്മുടെ സ്റ്റാളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ പതിവ് പോലെ ഈ ഒരു ഇവന്റ് ഇന്നും നടക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യുക കോയിൻ എന്ന പരിപാടി ഇന്നും നടക്കുന്നുണ്ട്. ഫുട്ബോൾ കളിച്ചിട്ടാണോ അതോ വണ്ടി വന്ന് വീണിട്ടാണോ എന്നറിയില്ല. ഇടയ്ക്ക് ഒരു കാലിൽ വേദന വന്നിട്ട് എക്സ്റേ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ പതിവ് പോലെ നമ്മൾ അഖിലേന്ത്യാ സയൻസ് കാണാൻ പോയിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അഖിലേന്ത്യയിൽ. ഇന്നത്തെ മത്സരം KDS കീഴ്ശ്ശേരിയും അതേപോലെ ജിങ്കാന തൃശ്ശൂരും തമ്മിലായിരുന്നു. നല്ലൊരു മത്സരമായിരുന്നു. ജിങ്കാന തൃശ്ശൂരിന്റെ ഭാഗ്യനക്ഷത്രം എന്നറിയപ്പെടുന്ന കുട്ടിയാണ് ഗ്രൗണ്ടിൽ കാണുന്നത്. പക്ഷേ യാദൃശ്ചികമായിട്ടും ഇന്ന് ജിങ്കാന തൃശ്ശൂരിന് പരാജയമായിട്ട് വാങ്ങേണ്ടി കളി ഒന്ന് മുറുകി വന്നപ്പോഴത്തേനും ബോസ് എത്തി. ചൊളാപ്പരി പോളപ്പരി ചായപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഈ ബോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതിനിടെ ജിങ്കാന തൃശ്ശൂരിന്റെ സ്ട്രൈക്കർ പരിക്ക് പറ്റി പുറത്തു പോകുന്നു ഞാൻ കണ്ടു. രമ്യമായി തുടങ്ങിയ കളി കയ്യാങ്കളിലേക്ക് എത്തിയതോടെ കാണികൾക്കും ആവേശം. തത്സമയം സ്കോർ ബോർഡ് അപ്ഡേഷനുമായിട്ട് ജിങ്കാനയുടെ മാനേജറും കളം നിറഞ്ഞു കളിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ലെഫിൻ്റെ ഒക്കെ 4-5 മഞ്ഞക്കാട്. ഈ കാണുന്ന ബോസ് ആണെങ്കിൽ ഇടയ്ക്ക് ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ലെഫിനെ പൂരാത്രി. കളിയൊന്ന് ടൈറ്റ് ആയപ്പോൾ പിന്നെയും ബോസ് എത്തി. കളി രസമില്ലാന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ മെല്ലെ ഇറങ്ങി പോകുന്നത്. 4-2 സ്കോർ നിൽക്കുമ്പോൾ ഇനി കളി രസം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഞാൻ നോക്കുമ്പോൾ പകുതിയിലധികം ആൾക്കാരും ഗ്യാലറിക്ക് പുറത്തായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി ഞാൻ നല്ല വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലേവേഴ്സ് മറക്കണ്ട. പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ആണ്, അതേപോലെ പൾപ്പി പൈനാപ്പിൾ ഉണ്ട്, പൾപ്പി പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.